നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കട്ട്ലേറ്റ് അതേ ടേസ്റ്റിൽ തന്നെ അതേ ഫ്ലേവറിൽ നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി സ്റ്റോർ ചെയ്താലോ. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം നോമ്പ് തുറയുടെ ടൈമിൽ നമുക്ക് ആ പണി നമുക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യും. നമുക്ക് എല്ലാ ദിവസവും തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും വേണ്ട കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവറിൽ തന്നെയാണ് കേട്ടോ. നല്ല രുചിയാണ്. അപ്പം എല്ലാ ഉമ്മമാരും ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം, ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. ഇപ്പോൾ നോമ്പിൽ ഉപകാരപ്പെടും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രെഡ് വാങ്ങിച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പിച്ച് കീറിയിട്ടിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചിടുക. ഇതുപോലെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് റൊട്ടിപ്പൊടി ഉണ്ടാക്കിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് റൊട്ടിപ്പൊടിയിൽ മുക്കി നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് നമ്മൾ സ്നാക്കാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 3, 4, 5 നമ്മുടെ കിഴങ്ങും അതുപോലെ ഒരു 2-3 ക്യാരറ്റും ഒരു 2 തക്കാളിയായിട്ടും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് കഷ്ണിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇട്ടിപ്പം ഒരു ഏകദേശം ഒരു 35ഓളം കട്ട്ലേറ്റ് ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ എത്ര രൂപയുടെ ഏതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും കാശ് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കട്ട്ലേറ്റ് വീട്ടിലുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഞാനിപ്പോൾ ആ കുക്കറിലേക്ക് നമുക്കിതുപോലെ ഒരു ഇത്തിരി എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1 സ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ മീറ്റ് മസാലപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഗ്രാമ്പു ഏലക്കപ്പട്ട പൊടിച്ച് അതിൻ്റെ ആ ഒരു പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു എണ്ണയിലൊന്ന് വരട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു 1.5 സവാള ജസ്റ്റ് ചെറിയൊരു രീതിയിലൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കൂടത്തിൽ ഇതുപോലെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ ബീഫോ ചിക്കനോ ഒക്കെ വാങ്ങിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഇതുപോലെ കുറച്ച് ബീഫോ ചിക്കനോ എല്ല് കളഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു മസാലയുടെ കൂട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫോ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് കട്ട്ലേറ്റിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളവിടെ ചെറിയ രീതിയിൽ അത് കഷ്ണിച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് വാരിയിട്ട് കൊടുക്കാം കേട്ടോ. വാരിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ വേവണേൻ്റെ അത്യാവശ്യം നിങ്ങൾ വെള്ളം എടുത്ത് ഒഴിക്കുക. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസോളം വെള്ളം എടുത്ത് ഒഴിക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കിഴങ്ങൊക്കെ വെന്ത് കിട്ടാനുള്ള എൻ്റെ ഒരു വിസിൽ ഒരു 2-3 വിസിലടിച്ചിട്ട് ഞങ്ങൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഇതുപോലെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 വിസിലാണ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ വരും. അപ്പം നമുക്കത് ബോൾസ് ആക്കി എടുക്കാനായിട്ട് എളുപ്പത്തിന് നമുക്കിതുപോലെ 1 ഗ്ലാസ് വെള്ളം നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബോൾസ് ആക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല നമുക്ക് കട്ട്ലേറ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് കയ്യിൽ ഇത്തിരി എണ്ണ തൊട്ടിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി ഇതുപോലെ ഒന്നാക്കി എടുക്കത്തില്ലേ, അതുപോലെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പത്തിരിയല്ല നമ്മളിതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 35ഓളം കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഏകദേശം ഒരു ബോൾസ് ആക്കിയിട്ടിട്ട് ഇതുപോലെ കയ്യിൽ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്കത് ഓവൽ ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓവൽ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഏത് രീതിയിലാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കുക, നല്ല രീതിയിൽ തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് ആ ഒരു പണി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മുട്ട എടുക്കാം. ഒരുപാട് മുട്ടയൊന്നും പൊട്ടിച്ചെടുക്കണ്ട, ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 35ഓളം കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഒറ്റ മുട്ടയാണ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മുട്ട ഇട്ട് പൊട്ടിച്ചിട്ട് അത് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഒരു നുള്ളു മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മുട്ട നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇതുപോലെ നമ്മുടെ ഓരോ റൗണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. മുക്കിയെടുത്തിട്ട് നമുക്കത് ഇതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന റൊട്ടിപ്പൊടി ഇതുപോലെ നമുക്ക് അതിനകത്തേക്ക് ഇതുപോലെ ഇട്ടെടുക്കാം. ഇതുപോലെ ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ചെറിയൊരു ഡിഷ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാത്തിലേക്കും നമുക്ക് ആ ഡിഷിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾ പേപ്പർ വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് പിറ്റത്തേക്ക് വേണ്ടിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡിഷിലേക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കാൻ നേരത്ത് അതിൻ്റെ താഴെ നമുക്ക് പേപ്പർ വിരിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ലെയറിൽ ഇതിപ്പോൾ തലേന്നത്തേക്കാണെങ്കിൽ പിന്നെ നാളത്തേക്ക് എടുക്കാനാണെങ്കിൽ സെക്കൻഡ് ലെയറിലേക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് വെള്ളം ഒലിച്ച് ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കൊക്കെ കട്ട്ലേറ്റിൻ്റെ കാര്യം അറിയണ്ട. അപ്പോൾ ഒരു കട്ട്ലേറ്റിന് ഏകദേശം ഒരു 12-13 റേറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് എത്ര കട്ട്ലേറ്റ് അപ്പോൾ ഉണ്ടാക്കിയെന്ന് നോക്കിക്കേ. 35ഓളം കട്ട്ലേറ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം കിഴങ്ങ് നിങ്ങൾ കണ്ടില്ലായിരുന്നു, ഒരു 5-6 കിഴങ്ങും ഒരു 2-3 ക്യാരറ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 3-4 ദിവസത്തേക്കൊക്കെ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് ചായക്ക് നോമ്പ് തുറയുടെ സമയത്ത് ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആളുകൾ നോമ്പ് തുറക്കി വരുന്ന ടൈമിലാണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ നമുക്കത് ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ.
ഇനിയിപ്പം നമുക്കത് പൊരിച്ചെടുക്കാം. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ അതേ മണത്തിൽ തന്നെ നമുക്കത് വീട്ടിൽ പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിതുപോലെ ഒരു കുറച്ച് ഇതുപോലെ എണ്ണ എടുത്ത് ഒഴിക്കാം. എണ്ണ ബാലൻസ് വരും കേട്ടോ. ഒരുപാട് എണ്ണ കുടിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ റൊട്ടിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ മുക്കി പൊരിച്ച് കോരിയിട്ടുണ്ടെങ്കിൽ എണ്ണ നമ്മളിപ്പോൾ എന്തോരം എണ്ണയിലാണ് നമ്മൾ പൊരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എണ്ണയുടെ ബാലൻസ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന ടൈമിൽ നല്ല ചൂടിനോടെ തന്നെ പൊരിച്ച് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കട്ട്ലേറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നായിരുന്നു കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.